ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തെ കുത്തകകളുടെ കടന്നുവരവ് ചെറുകിട സ്ഥാപനങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് ഫ്ലവേഴ്സ് TV MD-യും 24 ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ കൊച്ചിയിൽ കേരള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 22ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു ആർ ശ്രീകണ്ഠൻ നായർ. ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ ലയനവും അനന്തരഫലവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിലായിരുന്നു പരാമർശം. സമീപനാളുകളിൽ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തെ മാറ്റങ്ങൾ ചെറുകിട കേബിൾ സ്ഥാപനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കേബിൾ രംഗം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സമഗ്ര ചർച്ചയായിരുന്നു കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ 22ാമത് മെഗാ കേബിൾ ഫെസ്റ്റിവലിൽ നടന്നത്. ചെറുകിട സ്ഥാപനങ്ങൾക്ക് വലിയ ദോഷമായിരിക്കും. ഈ ലയനം കൊണ്ട് ഏറ്റവും ഗുണമുണ്ടാകാൻ പോകുന്നത് ജിയോയ്ക്കും അതുപോലെ ഡിസ്നിക്കും തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ വലിയ സ്ഥാപനങ്ങൾ പടർന്ന് പന്തലിക്കുമ്പോൾ ഈ അരയാലിന്റെ കീഴിൽ നിൽക്കുന്ന ചെറിയ ചെറിയ മരങ്ങൾ പട്ടുപോകും എന്ന് പറഞ്ഞതുപോലെ പിടിച്ചു നിൽക്കാൻ വലിയ പാടായിരിക്കും. ഡിസ്നിയുടെയും ജിയോയുടെയും ലയനം ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്ത് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുമെന്ന വിലയിരുത്തൽ സെമിനാറിലുണ്ടായി. സെമിനാറിന് KCCL CEO പത്മകുമാർ നേതൃത്വം നൽകി. കോണ്ടന്റ് ഡെവലപ്മെന്റിൽ വലിയൊരു ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവാൻ പോവുകയാണ്. കാരണം ഇത്രയും പണം കണ്ടന്റ് ഡെവലപ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പം ഒരു സൈഡിൽ കൂടെ ഇത് ഈ ഇൻഡസ്ട്രിയെ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ ഒരു വശത്തിലൂടെ ഇത് ഒരു പവർ കോൺസെൻട്രേഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. സെമിനാറിൽ ടൈംസ് നൗ സീനിയർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ, നെക്സ്റ്റ് ഡിജിറ്റൽ CEO NK റൌസ്, ന്യൂസ് മലയാളം ചെയർമാൻ ഷക്കിലൻ, KCCL ചെയർമാൻ K ഗോവിന്ദൻ, MD PP സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. 24 കൊച്ചി.